ഗുഡ് ഈവനിങ്. സോറി, ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. കേൾക്കാമോ? കേൾക്കാം. സ്റ്റാർട്ട് ചെയ്യാം അതൊരു പ്രോഗ്രാം. ഓക്കെ. The person who never reads leaves only one. S&M Training College മുത്തുകുന്നം, ലിറ്റററി ക്ലബ് ആൻഡ് ലൈബ്രറി റീഡേഴ്സ് ഫോറം വ്യാഴാഴ്ച വായനയാഴ്ച പ്രതിവാര പുസ്തക നിരൂപണത്തിലേക്ക് ഏവരെയും ക്ഷണിക്കുന്നു. ആദ്യമായി സ്വാഗതം പറയുന്നതിനായി 2ാം വർഷ B.Ed ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനി സൗഭാഗ്യ കെ ഉണ്ണിയെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും അറിയാം. ഓരോരുത്തരുടെയും ബുദ്ധിശക്തിയെ വളർത്തുവാനും ചിന്താരീതിയെ മാറ്റിക്കുറിക്കുവാനും മാനസിക വളർച്ച ഊർജപ്പെടുത്തുന്നതും ഭാഷാ നൈപുണ്യത്തെ ഉയർത്തുവാനും വായന നമ്മെ സഹായിക്കുന്നു. ആദ്യമായി എല്ലാവരെയും ഈ ആഴ്ചയിലെ വ്യാഴാഴ്ച വായനാഴ്ചയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് നമുക്ക് പുസ്തക നിരൂപണം നടത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സുസ്മിത മിസ് ആണ്. മിസ്സിനെ ഏറ്റവും സ്നേഹത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. താങ്ക് യു. അടുത്തതായി വ്യാഴാഴ്ച വായനാഴ്ചയുടെ എന്ന പരിപാടിയുടെ ടീച്ചർ കോർഡിനേറ്റേഴ്സ് ആയിട്ടുള്ള ഡോക്ടർ കൃഷ്ണകുമാർ സാറിനെയും ഡോക്ടർ ഹീര മിസ്സിനെയും ഹൃദയപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ സ്റ്റുഡന്റ് കോർഡിനേറ്ററായ ലേന ടിയെയും സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ഈ പരിപാടി ശ്രവിക്കുന്നതിനും വായനാനുഭവങ്ങൾ പങ്കുവെക്കുന്നതിനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഇന്നത്തെ പുസ്തക നിരൂപണം നടത്തുന്ന S&M ട്രെയിനിങ് കോളേജ് പ്രിൻസിപ്പൽ കൂടിയായ പ്രൊഫസർ ഡോക്ടർ സുസ്മിത PS ടീച്ചറെ ഏറെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. താങ്ക് യു ജോപോൾ. അപ്പോൾ ഇന്നത്തെ ഈ പുസ്തക നിരൂപണം ചെയ്യാൻ എനിക്ക് ഇന്ന് അവസരം കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹ നമസ്കാരം. ആദ്യം തന്നെ ഞാൻ നേരെ പുസ്തക പരിചയത്തിലേക്ക് തന്നെ കടക്കട്ടെ. ഞാൻ ഇന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ഈ പുസ്തകം ദ സീക്രറ്റ്, റോണ്ട ബേൺ 2006 എഴുതിയ പുസ്തകം. മലയാളത്തിൽ ഇതിന് രഹസ്യം എന്ന പേരുള്ള പുസ്തകം. പോസിറ്റീവായി നമ്മെ ചിന്തിപ്പിക്കാൻ പഠിപ്പിക്കുന്നതിൽ വെച്ച് ഏറ്റവും മികച്ച പുസ്തകങ്ങളിലൊന്നാണ് സീക്രറ്റ്. പലരുടെയും ജീവിതം മാറ്റിമറിച്ചതും നമ്മുടെ ജീവിതം മാറ്റിമറിക്കാൻ സാധിക്കുന്നതുമായ ഒരു പുസ്തകം കൂടിയാണിത്. ദ വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു പുസ്തകമാണ്. ഒത്തിരി ആളുകൾ ഇത് വായിച്ചിട്ടുണ്ടാവും ഇതിനകം തന്നെ. എന്നിരുന്നാലും നമ്മളിലൂടെ ഒന്ന് കടന്നു പോകാം. ഈ പുസ്തകത്തിലുടനീളം അതിന്റെ രചയിതാവായ റോണ്ട ബേൺ സ്വീകരിച്ചിരിക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്ന ഒരു പ്രതിഭാസത്തെയാണ്. ഈ ദ സീക്രട്ട് എന്ന പുസ്തകം വായിച്ചതിന് ശേഷം തങ്ങളുടെ ജീവിതം മാറി മറിഞ്ഞു എന്നും ആ പുസ്തകം തങ്ങളെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചു എന്നൊക്കെ പറയുന്ന ഉന്നതരുടെ തുറന്ന പറച്ചിലുകളാണ് ഈ പുസ്തകത്തിലുള്ളത്. ഇതിലാകെ 10 അധ്യായങ്ങളാണ് ഈ പുസ്തകത്തിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഫസ്റ്റ് ഒന്നാമത്തെ അധ്യായമാണ് ദ സീക്രറ്റ് റിവീൽഡ്. നമ്മുടെ ജീവിത വിജയത്തിന് ആവശ്യമായ സീക്രട്ട് എന്താണെന്ന് റിവീൽ ചെയ്തുകൊണ്ടാണ് ഈ ആദ്യത്തെ ചാപ്റ്റർ ആരംഭിക്കുന്നത്. രചയിതാവ് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ചിന്തകളുടെ ബാക്കി പത്രമാണ് ഇപ്പോഴുള്ള നാം എന്നാണ്
റോണ്ട ബേൺ പറയുന്നത്. നമ്മുടെ മനുഷ്യ മനസ്സ് ഒരു ശക്തിയേറിയ കാന്തം പോലെയാണെന്നാണ് രചയിതാവ് പറയുന്നത്. നമ്മളുടെ ചിന്തകൾ നമ്മൾ പല സിഗ്നലുകളായി പ്രപഞ്ചത്തിലേക്ക് അയക്കുകയും അതുപോലെ തന്നെ ആ ചിന്തകളുടെ ആകത്തുകയായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ച് സ്വീകരിക്കുകയും ചെയ്യുന്ന ഒരു കാന്തിക ശക്തി ഓരോ മനുഷ്യനിലും ഉണ്ട് എന്നാണ് ഈ പുസ്തകത്തിന്റെ രചയിതാവ് നമ്മെ പഠിപ്പിക്കുന്നത്. നമ്മൾ ചിന്തിക്കുന്ന ഓരോ ചിന്തയും വളരെ ശക്തിയുള്ള സിഗ്നലുകളാണ്. നമ്മുടെ ചിന്തകൾ വൈബ്രേറ്റ് ചെയ്യുന്നത് ഒരു നിശ്ചിത ഫ്രീക്വൻസിയിലാണ്. ആ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങളായിരിക്കാം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത്. റോണ്ട ബേൺ നമ്മെ ഉപമിച്ചിരിക്കുന്നത് ഒരു ഹ്യൂമൻ ട്രാൻസ്മിഷൻ ടവർ പോലെയാണെന്നാണ്. ഒരു TV ചാനലുകൾ നമ്മൾ ട്യൂൺ ചെയ്ത് പല ചാനലുകൾ കാണുന്നത് പോലെ തന്നെ നമ്മളുടെ ചിന്തകൾ ഒരു ടവറിൽ നിന്ന് നമ്മൾ പ്രപഞ്ചത്തിലേക്ക് അയക്കുകയും ആ ചിന്തകൾ നിശ്ചിത ഫ്രീക്വൻസിയായി ട്രാൻസ്മിറ്റ് ചെയ്യുകയും അതേ ഫ്രീക്വൻസിയിലുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലേക്ക് നമ്മൾ ആകർഷിക്കപ്പെടുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഉദാഹരണമായി, ഒരു വീട് വെക്കണമെന്ന് ആഗ്രഹമുള്ളവരാണ് നാം എങ്കിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഒരു വീട് വെക്കുവാനുള്ള അതിയായ ആഗ്രഹം ഉണ്ട് എങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഒരു വീട് വെക്കുവാനുള്ള സഹായം നമുക്ക് കൈവരും. എന്നാൽ അത് എങ്ങനെ സാധിക്കും, എന്നെ കൊണ്ട് അത് സാധിക്കുമോ, എനിക്ക് ആവശ്യത്തിനുള്ള പണം അതിനുണ്ടാകുമോ എന്നൊക്കെ ചിന്തിച്ചു കൊണ്ടിരുന്നാൽ ഒരു കാലത്തും നമുക്ക് വീട് വയ്ക്കുവാൻ സാധിക്കുകയില്ല. Whatever you sow, you reap. Your thoughts are seeds and the harvest you reap will depend on the seeds you plant. അതെ, ഓരോ ചിന്തകളെയും ഓരോ വിത്തുകളായിട്ടാണ് റോണ്ട ബേൺ ഉപമിച്ചിരിക്കുന്നത്. നമ്മൾ വിതയ്ക്കുന്ന വിത്തുകൾക്കനുസരിച്ചായിരിക്കും നമ്മൾ കൊയ്യുന്നതും. അപ്പൊ നമ്മുടെ ചിന്തകൾ എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് വരുവാൻ പോകുന്നത്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഇപ്പോൾ നമ്മൾ മാഗ്നറ്റ് ആണെന്ന് പറഞ്ഞു. ഒരു മാഗ്നറ്റ് മറ്റൊരു മാഗ്നറ്റിനെ ആകർഷിക്കുന്നത് പോലെ തന്നെയാണ് നമ്മൾ എന്തിനെ കുറിച്ചാണ് ആഗ്രഹിച്ചത് അത് നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നാണ് പറയുന്നത്. യുവർ തോട്ട്സ് ബിക്കം തിങ്സ്. നമ്മുടെ ജീവിതം നമ്മുടെ കയ്യിലാണ്. എവിടെയായാലും എന്ത് സംഭവിച്ചാലും നമ്മൾ മനഃപൂർവ്വം നമ്മുടെ ചിന്തകളെ തിരഞ്ഞെടുക്കുവാൻ ശ്രമിച്ചാൽ നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിയെടുക്കാം. അപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ തന്നെ എന്താണ് ആ സീക്രട്ട് എന്ന് റിവീൽ ചെയ്തുകൊണ്ടാണ് ഈ പുസ്തകം തുടങ്ങുന്നത്. രണ്ടാമത്തെ ചാപ്റ്റർ പറയുന്നത് ദ സീക്രട്ട് മെയ്ഡ് സിമ്പിൾ. എങ്ങനെ ഈ സീക്രട്ടിനെ നമുക്ക് എളുപ്പത്തിൽ സ്വായത്തമാക്കാം എന്നാണ്. ലോ ഓഫ് അട്രാക്ഷൻ, ലോ ഓഫ് നേച്ചർ എന്നാണ് എഴുത്തുകാരി പറയുന്നത്. അതെല്ലാവർക്കും ഒരുപോലെ തന്നെയാണ്. നിങ്ങളുടെ ലൈഫ് വെറുതെ ഒന്നും വന്നു ചേരുകയില്ല. എല്ലാം നമ്മൾ വിളിച്ചു വരുത്തുന്നത് തന്നെയാണ്. നമ്മുടെ തുടർച്ചയായുള്ള പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ചിന്തകളാണ് അതിൻ്റെ പുറകിൽ. ഇനി നമ്മൾ ചിന്തിക്കുന്നത് നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ എങ്ങനെയാണ് മനസ്സിലാക്കുന്നത്? അതിനൊരു വിദ്യ പലരുടെയും അനുഭവങ്ങളിലൂടെ രചയിതാവ് പുസ്തകത്തിൽ വിവരിക്കുന്നുണ്ട്. നമ്മുടെ മനസ്സിൽ ഓരോ ചിന്തകൾ വരുമ്പോൾ നമുക്ക് ചോദിക്കാം, എങ്ങനെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്ത് വികാരമാണ് നമ്മളിൽ ഉണ്ടാകുന്നത് എന്ന്. Emotions are valuable tools that instantly tell us what we are thinking. അപ്പൊ നമ്മളുടെ ചിന്ത ശരിയാണോ ഇല്ലയോ എന്ന് നമുക്ക് അറിയണമെങ്കിൽ നമ്മുടെക്കുണ്ടായ വികാരം എന്താണെന്ന് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. നമുക്ക് സന്തോഷമാണോ ഉള്ളത്, നമുക്ക് സങ്കടമാണോ വന്നത്, നമ്മൾ ഡിപ്രസ്ഡ് ആവുന്നുണ്ടോ, ഇതൊക്കെ നമ്മളൊന്ന് ചിന്തിച്ചാൽ നമ്മൾ കൊടുത്ത പുറത്തേക്ക് വിട്ട ഫ്രീക്വൻസി, പ്രപഞ്ചത്തിലേക്ക് അയച്ച സിഗ്നൽ, ചിന്തയുടെ രൂപത്തിൽ അയച്ച സിഗ്നൽ ശരിയാണോ തെറ്റാണോ എന്ന് നമ്മൾക്ക് അറിയാൻ സാധിക്കും. ആ വികാരങ്ങൾ നമുക്ക് പറഞ്ഞു തരും നമ്മൾ ഏത് തരത്തിലുള്ള ഫ്രീക്വൻസിയാണ് അല്ലെങ്കിൽ ചിന്തയാണ് പുറത്തേക്ക് വിട്ടത് എന്ന്. When you feel bad, you are on the frequency of drawing more bad things. When you feel good, you are powerfully attracting more good things to you. സീക്രട്ട് എങ്ങനെ എളുപ്പത്തിൽ നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാമെന്ന് രചയിതാവ് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അത് ചില സീക്രട്ട് ഷിഫ്റ്റേഴ്സ് ഉപയോഗിക്കുവാൻ നമ്മളെ പഠിപ്പിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് എപ്പോഴും നല്ല ചിന്തകൾ എങ്ങനെ കൊണ്ടുവരാൻ പറ്റുക? പലപ്പോഴും നമ്മൾ ബാഡ് ചിന്തകൾ, ചീത്ത ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരാറുണ്ടല്ലോ. നമ്മൾ മനുഷ്യരാണല്ലോ.
എങ്ങനെ നമുക്ക് അതിൽ നിന്ന് രക്ഷപ്പെടാം, എങ്ങനെയാണ് അത് സാധിക്കുന്നത്? അതിന് രചയിതാവ് ചില സീക്രട്ട് ഷിഫ്റ്റേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട് പുസ്തകത്തിൽ. എന്താണ് സീക്രട്ട് ഷിഫ്റ്റ് എന്നാണ് അല്ലേ? ചില പ്ലസന്റ് മെമ്മറീസ് അല്ലെങ്കിൽ ചിന്തകൾ, നല്ല സന്തോഷം തരുന്ന കാര്യങ്ങൾ ഓർക്കുക. ഉദാഹരണമായി നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ചില കാര്യങ്ങൾ നമ്മൾ ഒരു ലിസ്റ്റ് പോലെ തയ്യാറാക്കി വെക്കുക. എപ്പോഴൊക്കെയാണോ നമുക്ക് ബാഡ് ഫീലിംഗ് തോന്നുന്നത്, ഉടനെ തന്നെ ഇതുപോലെയുള്ള സന്തോഷമുള്ള കാര്യങ്ങൾ നമ്മളുടെ ജീവിതത്തിലുള്ളത് അതിനെക്കുറിച്ച് ഓർക്കുക, അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. അതിനെക്കുറിച്ചുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. നമ്മൾ നല്ലതായിട്ടുണ്ട്, ഏറ്റവും നല്ല പൊസിഷനിലായിട്ടുണ്ട്, അല്ലെങ്കിൽ ഞാൻ നല്ല നിലയിൽ എത്തിയിട്ട് ഞാൻ നല്ലൊരു വീട് വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നല്ല പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് നല്ല ഫീലിങ്സ് തോന്നാം, അല്ലെങ്കിൽ നല്ല ഭംഗിയുള്ള കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കാം, അല്ലെങ്കിൽ നല്ല കൊച്ചുകുട്ടികളുടെ കൂടെ കളിക്കുന്നത് ചിന്തിക്കാം, കൊച്ചുകുട്ടികളുടെ സന്തോഷം നമുക്ക് മനസ്സിൽ കാണാം. ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്ത് ഇങ്ങനെയുള്ള ചില പ്ലസന്റ് മെമ്മറീസിലേക്ക് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇങ്ങനെ നമ്മൾ പുറത്തേക്ക് വിടുന്ന ഫ്രീക്വൻസി നല്ല ചിന്തകളാക്കി മാറ്റാനും നല്ല കാര്യങ്ങൾ നമ്മളിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാനുമുള്ള ശ്രമം നമ്മൾ നടത്തേണ്ടതാണ്. അതിൽ ഏറ്റവും നല്ലൊരു ഫീലിംഗ് ആണ് ഫീലിംഗ് ഓഫ് ലവ്. ദാറ്റ് ഈസ് ദ ഹയസ്റ്റ് ഫ്രീക്വൻസി യു ക്യാൻ ഇമിറ്റ്. എല്ലാവരെയും സ്നേഹിക്കാൻ പഠിക്കുക. തിരിച്ച് നമ്മൾക്കും സ്നേഹം ഇങ്ങോട്ടേക്കും എല്ലാവരിൽ നിന്നും കിട്ടുന്നതായിരിക്കും. ഈ മൂന്നാമത്തെ അധ്യായത്തിൽ പറയുന്നത് ഹൗ ടു യൂസ് ദിസ് സീക്രട്ട്. ഈ സീക്രട്ട് എങ്ങനെ നമ്മൾക്ക് യൂസ് ചെയ്യാം, എങ്ങനെ നമുക്ക് പ്രാവർത്തികമാക്കാം എന്നാണ് മൂന്നാമത്തെ ചാപ്റ്ററിൽ റോണ്ട ബേൺ വിവരിക്കുന്നത്. ഇതിൽ തുടക്കത്തിൽ തന്നെ ഈ രചയിതാവ് പറയുന്ന ഒരു കഥയുണ്ട്, അലാവുദ്ദീന്റെയും അത്ഭുത വിളക്കിന്റെയും കഥ. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. വിളക്കിൽ അലാവുദ്ദീൻ പതിയെ തലോടുമ്പോൾ അതിൽ നിന്നൊരു ഭൂതം പുറത്തേക്ക് വരികയും എന്താണോ അലാവുദ്ദീൻ പറയുന്നത് അത് സാധിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ പ്രപഞ്ചത്തെയും ഇതുപോലെ തന്നെ നമ്മൾ കാണാം. നമ്മൾ എന്ത് ചിന്തയാണോ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഈ പ്രപഞ്ചശക്തി നമുക്ക് എത്തിച്ചു തരുന്നു. ഈ പ്രപഞ്ചശക്തിയെ നമുക്ക് വേണമെങ്കിൽ ദൈവമെന്ന് വിളിക്കാം, അല്ലെങ്കിൽ ഏതോ ഒരു മഹാശക്തി നമ്മുടെ ചുറ്റും പ്രവർത്തിക്കുന്നു എന്ന് വിശ്വസിക്കാം. ഏതായാലും അത്ഭുത വിളക്കിലെ ജിനിയെ പോലെ അല്ലെങ്കിൽ ഭൂതത്തെ പോലെ പ്രപഞ്ചശക്തി നമ്മുടെ കൂടെ തന്നെ, നമ്മുടെ ഒരു സെർവൻ്റായി തന്നെ കൂടെയുണ്ട് എന്നാണ് വിശ്വസിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ ലോ അട്രാക്ഷൻ പ്രാവർത്തികമാക്കുന്നത്? അതിൽ ആദ്യത്തെ ഒരു സ്റ്റെപ്പാണ് ആസ്ക്, അതായത് ചോദിക്കുക. നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും ഈ പ്രപഞ്ചശക്തിയോട് ചോദിക്കുക. ചോദിക്കുന്ന കാര്യത്തിൽ പക്ഷേ കൃത്യത വേണം, ക്ലാരിറ്റി വേണം. ഒരു തവണ കൃത്യതയോടുകൂടി ചോദിച്ചാൽ മതി തന്നെ പ്രപഞ്ചശക്തിക്ക് അത് മനസ്സിലാവും. പക്ഷെ പ്രപഞ്ചശക്തിക്ക് നോ, ഐ ഡോണ്ട് വാണ്ട്, അല്ലെങ്കിൽ നോ എന്നുപോലുള്ള അങ്ങനത്തെ കാര്യങ്ങളൊന്നും അറിയില്ല. അത് അപ്പോ ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് മൈ റിലേറ്റീവ്സ് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ പ്രപഞ്ചം കേൾക്കുന്നത്, നമ്മൾ പ്രപഞ്ചം മനസ്സിലാക്കുന്ന ഐ ഡോണ്ട് വാണ്ട് ടു ഡിസ്റ്റർബ് മൈ റിലേറ്റീവ്സ് എന്നായിരിക്കും. അപ്പോൾ അങ്ങനെ ഇല്ല എന്നുള്ള ചിന്തകൾ, എനിക്ക് അസുഖം വരരുത് എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്, ഞാൻ ഹെൽത്തി ആണ് എന്നാണ് ചിന്തിക്കേണ്ടത്. അങ്ങനെ ഇല്ല എന്നുള്ള രീതിയിലൊന്നും നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അപ്പോൾ വളരെ ക്ലാരിറ്റിയോടുകൂടി വേണം നമ്മൾ ചിന്തിക്കേണ്ടത്. നമ്മൾക്ക് വേണമെങ്കിൽ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി വെക്കാം. എഴുതുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത് പ്രസന്റ് ടെൻസിൽ എഴുതുവാനാണ്. എപ്പോഴും നമ്മൾ ഇങ്ങനെ എഴുതുവാൻ ശ്രമിക്കണം. ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എഴുതാം. ഐ ലിവ് ഇൻ മൈ ഓൺ ഡ്രീം ഹൗസ്. ഐ ആം സോ ഹാപ്പി ആൻഡ് ഗ്രേറ്റ്ഫുൾ നൗ ദാറ്റ് ഐ ആം ലിവിങ് ഇൻ മൈ ഓൺ ഡ്രീം ഹൗസ് എന്ന് നമുക്ക് ചിന്തിക്കാം. നമ്മൾ വീട് വയ്ക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എപ്പോഴും ഞാൻ എൻ്റെ വീട്ടില്, ഞാൻ ആഗ്രഹിച്ച വീട്ടിൽ താമസിക്കുന്നതായിട്ട്, അതിന് ഞാൻ വളരെ താങ്ക്ഫുൾ ആയിട്ടും ഹാപ്പി ആയിട്ടും വേണം നമ്മൾ ആലോചിക്കുവാനായിട്ട്. പ്രസന്റ് ടെൻസിൽ വേണം നമ്മൾ എഴുതി വെക്കുവാനും നമ്മൾ ചിന്തിക്കുവാനും. എൻ്റെ വീട് പൂർത്തിയായി, അതിൽ ഞാൻ വളരെ നന്ദിയോടുകൂടി സന്തോഷിക്കുന്നു. എൻ്റെ ബാങ്ക് അക്കൗണ്ടിൽ നിറയെ പൈസയുണ്ട്, അതിൽ ഞാൻ നന്ദിയോടുകൂടി സന്തോഷിക്കുന്നു. ഇങ്ങനെ വേണം നമ്മൾ ചിന്തിക്കുവാനായിട്ട്. ആദ്യത്തെ സ്റ്റെപ്പ് ചോദിക്കുക. ദാറ്റ് മീൻസ് നല്ല ഒരു പ്രസന്റ് ടെൻസിൽ നമ്മളത് ചോദിക്കുക, ചിന്തിക്കുക എന്നുള്ളതാണ് അർത്ഥം. രണ്ടാമത്തെ സ്റ്റെപ്പാണ് ബിലീവ്. ചോദിച്ച കാര്യങ്ങൾ ലഭിക്കുമെന്നുള്ള വിശ്വാസം
ഉണ്ടാക്കുക. അദമ്യമായ വിശ്വാസം. എനിക്കത് കിട്ടും, എനിക്കത് കിട്ടുന്നുണ്ട് എന്ന് തന്നെ നമ്മൾ ചിന്തിക്കുക, എന്ന് വിശ്വസിക്കണം. നമ്മൾ ചോദിച്ച കാര്യങ്ങൾ നമ്മുടേതായി എന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക. നമുക്ക് ലഭിച്ചു എന്ന് തന്നെ വിശ്വസിക്കുക. ഈ പ്രപഞ്ച ശക്തി ഒരു കണ്ണാടിയെ പോലെയാണ് ഉപമിച്ചിട്ടുള്ളത്. നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമെല്ലാം ഈ കണ്ണാടി കാണുകയും അതുപോലെ തന്നെ ആകർഷിക്കുകയും നമുക്കത് തിരിച്ചു തരികയും ചെയ്യുന്നു. Your belief that you have it, that undying faith is your greatest power. When you believe you are receiving, get ready and watch the magic begin എന്നാണ് പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പാണ് റിസീവ്, സ്വീകരിക്കുക. അത് പോസിറ്റീവായി നമ്മൾ നമ്മൾ ആവശ്യപ്പെടുന്ന, നമ്മൾ ചിന്തിച്ചത് നമുക്ക് ലഭിച്ചതായിട്ട് പോസിറ്റീവായിട്ടുള്ള ഒരു അനുഭൂതി നമ്മളിൽ കൊണ്ടുവരിക, ഇമോഷൻസ്, വികാരങ്ങൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മൾ ചോദിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നമുക്ക് ലഭിച്ചതായും അപ്പോൾ നമുക്ക് കിട്ടുന്ന സന്തോഷം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ്. ഒരു കാർ വാങ്ങണം, അല്ലെങ്കിൽ എനിക്കൊരു കാർ ഉണ്ട്, ഞാനൊരു കാർ വാങ്ങി എൻ്റെ മുറ്റത്തുണ്ട് എന്ന് ചിന്തിച്ച ആൾ അത് സഫലീകരിച്ചതായി ചിന്തിക്കുക, അത് നാം സ്വന്തമാക്കി എന്ന് ചിന്തിക്കുക. അപ്പോൾ ലഭിക്കുന്ന സന്തോഷം മനസ്സിലേക്ക് കൊണ്ടുവരിക, അതിൽ കയറി സഞ്ചരിക്കുന്നത് മനസ്സിൽ കൊണ്ടുവരിക, കുടുംബാംഗങ്ങൾ ഒന്നിച്ച് അതിൽ ടൂറ് പോകുന്നത് ചിന്തിക്കാം. ഇങ്ങനെ നല്ല പോസിറ്റീവായ അനുഭൂതി മനസ്സിലേക്ക് നമ്മൾ കൊണ്ടുവരാനാണ് ശ്രമിക്കേണ്ടത്. ഇങ്ങനെയാണ് ഈ സീക്രട്ട് നമ്മൾ പ്രാവർത്തികമാക്കുന്നത്. ചോദിക്കുക, ബിലീവ് ചെയ്യുക, അത് ലഭിച്ചതായിട്ട് നമ്മൾ ലഭിക്കും എന്നുള്ള ഉറച്ചു വിശ്വസിക്കുക, അത് റിസീവ് ചെയ്യുക, സ്വീകരിക്കുന്നതായിട്ട് നമുക്ക് ലഭിച്ചതായിട്ടും അപ്പോൾ കിട്ടുന്ന അനുഭൂതിയും നമ്മൾ അനുഭവിക്കുക. ഇതാണ് 3 സ്റ്റെപ്പ് നമ്മൾ ഈ സീക്രട്ട് നമ്മുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യേണ്ടത്. ഇനി നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സംശയം, ഇത് എത്ര സമയം കൊണ്ട് ഇതൊക്കെ നമുക്ക് ലഭിക്കുമെന്നായിരിക്കാം. ഇതിനൊരു പ്രത്യേക റൂളൊന്നുമില്ല. ചിലപ്പോൾ സെക്കൻഡ് കൊണ്ട് നടക്കാം, ചിലപ്പോൾ 30 മിനിറ്റ് എടുക്കാം, ചിലപ്പോൾ 30 വർഷങ്ങളാകാം. എല്ലാം നമ്മുടെ ചിന്തകളുടെ ശക്തിയെ ആശ്രയിച്ചിരിക്കും. നമ്മൾ എത്ര ആഴത്തിൽ ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നുവോ, എപ്പോഴും നമ്മുടെ തീവ്രമായ ആഗ്രഹമായി നമ്മൾ മനസ്സിൽ അതുകൊണ്ട് തന്നെ നടക്കുകയും ചെയ്താൽ, അത് കിട്ടിയെന്ന് നമ്മൾ വിശ്വസിക്കുകയും അത് കിട്ടുമ്പോൾ ഉണ്ടാകുന്ന ഫീലിങ്സ് അല്ലെങ്കിൽ വികാരങ്ങൾ എപ്പോഴും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരുന്നാൽ തീർച്ചയായും അത് നമ്മുടെ ജീവിതത്തിൽ കൈവരും. നമ്മൾക്ക് വേണമെങ്കിൽ വി ക്യാൻ ക്രിയേറ്റ് യുവർ ഡേ ഇൻ അഡ്വാൻസ്. ഈ ആകർഷണ നിയമം നമുക്ക് നമ്മുടെ ജീവിതത്തെ എങ്ങനെ കൊണ്ടുവരുവാനും അഡ്വാൻസ്ഡ് ആയി തന്നെ ചിന്തിക്കാം. ഇന്നത്തെ ദിവസം നമുക്ക് നല്ലതാവണമെങ്കിൽ എണീക്കുമ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം, ഇന്ന് ഒരു നല്ല ദിവസമാണ് എന്നും. ഈ ചിന്തകൾ നമുക്ക് പകരുന്ന നമ്മുടെ മാഷ് നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഇന്ന് നല്ല കാര്യങ്ങളാണ് എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് നല്ലൊരു അനുഭവം എനിക്ക് തരുന്നു എന്ന് ഞാൻ ചിന്തിച്ചു. ഒരു യാത്ര പോകാൻ നമ്മൾ തീരുമാനിച്ചാൽ ഉടനെ മനസ്സിലേക്ക് കൊണ്ടുവരിക, ആ യാത്ര വളരെ സന്തോഷപ്രദമാകുന്നു. നമ്മൾ സന്തോഷിക്കുന്നതും കുറെ നല്ല ആളുകളെ കാണുന്നതും ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിച്ചു. തീർച്ചയായും ആ യാത്ര വളരെ നല്ല അനുഭവങ്ങൾ തരും. വണ്ണം കുറയ്ക്കുവാൻ ആഗ്രഹിക്കുന്ന നമ്മളുടെ ആളുകൾ ധാരാളം നമ്മളുടെ ഇടയിലുണ്ട്. അങ്ങനെയുള്ളവർ എപ്പോഴും എനിക്ക് തടി കൂടി എന്ന് ഓർത്ത് വിഷമിക്കുകയല്ല വേണ്ടത്. തടി കുറയ്ക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നാം എപ്പോഴും ചിന്തിക്കേണ്ടത്, ഞാൻ പെർഫെക്റ്റ് ആയിട്ടുള്ള എന്നെയാണ് ഞാൻ ചിന്തിക്കേണ്ടത്. അങ്ങനെയാണ് നമ്മൾ സ്വപ്നം എപ്പോഴും കാണേണ്ടത്. തിരക്കുള്ള നഗരത്തിലേക്ക് കാറുമായി പോകുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ചിലപ്പോൾ പാർക്കിംഗ് കിട്ടുമോ എന്ന പേടി കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നതെങ്കിൽ നിശ്ചയമായും പാർക്കിംഗ് കിട്ടാതെ നമ്മൾ അലയേണ്ടി വരും. അതേസമയം യാത്ര ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് വേണ്ടി ഒരു പാർക്കിംഗ് സ്പേസ് ഒഴിഞ്ഞു കിടക്കുന്നു എന്നാണ് ചിന്തിച്ചിട്ടാണ് നമ്മൾ ഇറങ്ങുന്നതെങ്കിൽ തീർച്ചയായും ഇനി നമുക്ക് നമ്മുടെ കാർ അവിടെ സ്മൂത്തായി പാർക്ക് ചെയ്യാനുള്ള അവസരം തെളിഞ്ഞു വരുന്നത് കാണാവുന്നതാണ്. Create in advance by thinking the way you want it to go, and you will create your life intentionally. 4-ാമത്തെ അധ്യായം പറയുന്നത് പവർഫുൾ പ്രോസസ്സസ് ആണ്. ചില ശക്തിയേറിയ രീതികളെ കുറിച്ചാണ് രചയിതാവ് വിവരിക്കുന്നത്. അതിൽ ഒന്നാണ് എക്സ്പെക്ടേഷൻ ഈസ് എ പവർഫുൾ അട്രാക്റ്റീവ് ഫോഴ്സ്. എക്സ്പെക്ട് ദ തിങ്സ് യു വാണ്ട് ആൻഡ് ഡോണ്ട് എക്സ്പെക്ട് ദ തിങ്സ് യു ഡോണ്ട് വാണ്ട്. എന്താണോ നമുക്ക് ആഗ്രഹം വേണ്ടത് അത് എക്സ്പെക്ട് ചെയ്യുക, വേണ്ടാത്തതൊന്നും നമ്മൾ എക്സ്പെക്ട് ചെയ്യരുത്. അതെനിക്ക് വരുമോ എന്ന് പേടിക്കുക പോലും നമ്മൾ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ആകുലപ്പെടാൻ പോലും നമ്മൾ ചെയ്യാൻ പാടില്ല എന്നാണ് പറയുന്നത്.
അടുത്ത ഒരു പവർഫുൾ ടൂളാണ് ഗ്രാറ്റിറ്റ്യൂഡ്, നന്ദി. Gratitude is a powerful process for shifting your energy and bringing more of what you want in your life. Be grateful from what you already have and you will attract more good things. എന്ത് നല്ല കാര്യങ്ങൾ സംഭവിക്കുമ്പോഴും നമ്മൾ നന്ദിയോടുകൂടി ഓർക്കണം. നമ്മളുടെ ചുറ്റുപാടുമുള്ളവരോട് ഓർക്കുക. ഇന്നത്തെ ദിവസം നമ്മൾ കണ്ടുമുട്ടിയവരോട് നന്ദിയോടുകൂടി ഓർക്കുക. ഇന്നത്തെ ദിവസം സംഭവിച്ച കാര്യങ്ങളെ കുറിച്ച് നന്ദിയോടുകൂടി ഓർക്കുക. എപ്പോഴും നന്ദിയോടുകൂടിയെല്ലാം നമ്മൾ സ്മരിക്കുക ജീവിതത്തിലുടനീളം. മൂന്നാമത്തെ ഒരു പവർഫുൾ പ്രോസസ്സാണ് ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. ഈസ് ദ പ്രോസസ് ഓഫ് ക്രിയേറ്റിംഗ് പിക്ചേഴ്സ് ഇൻ യുവർ മൈൻഡ് ഓഫ് യുവർ സെൽഫ്, എൻജോയിങ് വാട്ട് യു വാണ്ട്. When you visualize, you generate powerful thoughts and feelings of having it now. The law of attraction then returns that reality to you just as you saw it in your mind. ഇപ്പൊ നമ്മൾ നമ്മുടെ കുട്ടികളെയും പഠിപ്പിക്കാവുന്നതാണ് ഈ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ. ഡോക്ടർ ആവാൻ ആഗ്രഹിക്കുന്ന കുട്ടിയോട് നമുക്ക് എന്നും ഒരു ഡോക്ടർ ആകുന്നതും ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നതും ആ വൈറ്റ് കോട്ട് ഇട്ട് നടക്കുന്നതും സ്റ്റെത്ത് കഴുത്തിലിട്ട് നടക്കുന്നതും രോഗിയെ പരിശോധിക്കുന്നതും രോഗം മാറിയ രോഗിയുടെ സന്തോഷം അനുഭവിക്കുന്നതും ഒക്കെ വിഷ്വലൈസ് ചെയ്യാൻ ആവശ്യപ്പെടാം. ഇങ്ങനെയുള്ള ചിന്തകൾ, അദമ്യമായ ചിന്തകൾ വളരുമ്പോൾ കുട്ടി അറിയാതെ തന്നെ പല പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ആ ഒരു പൊസിഷനിൽ എത്തുകയും ചെയ്യും. നന്നായി പഠിക്കാൻ തുടങ്ങും. ഇതൊക്കെ നമ്മൾക്ക് എഫേർട്ട്ലെസ് ആയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. ദൃശ്യവൽക്കരണം നമ്മൾ ആഗ്രഹിക്കേണ്ടത് കൊണ്ട് എന്തും നമ്മുടെ ജീവിതത്തിൽ നടന്നതായിട്ടും നമ്മൾ അനുഭവിക്കുന്നതായിട്ടും ആ ഒരു ആക്ഷൻസോടുകൂടി ഭാവനയിൽ കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കണം. നമുക്ക് വേണമെങ്കിൽ നമ്മുടെ വീട്ടിൽ ഒരു വിഷൻ ബോർഡ് മുറിയിൽ വെക്കാം. നമുക്ക് ആവശ്യമുള്ള ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ ബോർഡിൽ എഴുതി വെക്കാം. എന്നും അത് വായിക്കാം. ഒരു വീട് പണിയാൻ ആഗ്രഹിക്കുന്ന ആൾ വീടിന്റെ ചിത്രം അതിൽ ഒട്ടിച്ചു വെച്ച് എന്നും അതിനെ നോക്കി വിഷ്വലൈസ് ചെയ്ത് അതിൽ താമസിക്കുന്നതായിട്ടൊക്കെ ചിന്തിക്കാം. ആഗ്രഹിക്കുന്നവർ ആഗ്രഹിച്ചു പോലുള്ള വീടിന്റെ ചിത്രം ആ ബോർഡിൽ ഒട്ടിച്ചു വെക്കാം. ഓരോ ദിവസവും പ്രധാനപ്പെട്ട സംഭവങ്ങൾ രാത്രി കിടക്കുന്നതിന് മുന്നേ റിവൈൻഡ് ചെയ്യണം. എപ്രകാരമാണോ നമ്മൾ ആഗ്രഹിച്ചത് അതുപോലെ വേണം റിവൈൻഡിങ് നടത്തുവാനായിട്ട്. ചിലപ്പോൾ അതുപോലെ സംഭവിച്ചിട്ടുണ്ടായിരിക്കില്ലായിരിക്കാം. എന്നാൽ പോലും കിടക്കുന്നതിന് മുന്നേ ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ നടന്നു എന്ന രീതിയിൽ തന്നെ നമ്മൾ റിവൈൻഡ് ചെയ്യാൻ ശ്രമിക്കുക. പോസിറ്റീവായിട്ട് ഉറങ്ങണം. പിറ്റേന്നത്തെ നമ്മുടെ ചിന്തകൾ പോസിറ്റീവായി വരുവാൻ ഇത് സഹായിക്കും. 5ാമത്തെ ചാപ്റ്റർ പറയുന്നത് സീക്രട്ട് ഓഫ് മണി. അതിൽ ജാക്ക് കാൻഫീൽഡിന്റെ ഒരു കഥ പറഞ്ഞുകൊണ്ടാണ് രചയിതാവ് ചാപ്റ്റർ തുടങ്ങിയിട്ടുള്ളത്. കാൻഫീൽഡ് വളർന്നു വന്നത് തൻ്റെ അച്ഛൻ പറയുന്ന വാക്കുകൾ കേട്ടിട്ടാണ്. നമ്മുടെ ഈ ലോകത്തുള്ള ധനവാന്മാരെല്ലാം വളരെ കള്ളത്തരങ്ങൾ കാണിച്ചിട്ടാണ് ധനവാനാവുന്നത്. നമ്മളെ കൊണ്ട് ഒരിക്കലും ധനികരാകാൻ സാധിക്കില്ല എന്ന ചിന്തയോടുകൂടിയായിരുന്നു കാൻഫീൽഡ് വളർന്നത്. എന്നാൽ മിസ്റ്റർ സ്റ്റോൺ എന്നൊരു വ്യക്തിയെ കണ്ടുമുട്ടിയതിനു ശേഷം അദ്ദേഹത്തിന്റെ ജീവിതം മാറി മറിഞ്ഞു. വലിയ സ്വപ്നം കാണുവാൻ അദ്ദേഹത്തെ പഠിപ്പിച്ചു. $100,000 കയ്യിൽ വരുന്നതിന്റെ സ്വപ്നം കണ്ടു. സീലിംഗിൽ അത് ചെക്ക് ഒട്ടിച്ചു വെച്ചു. എന്നും രാവിലെ അത് നോക്കും. അത് കൈവന്നതായി വിശ്വസിച്ചു. അത്ഭുതകരം എന്ന് പറയട്ടെ, അദ്ദേഹത്തിന്റെ കയ്യിൽ അദ്ദേഹം എഴുതിയൊരു പുസ്തകം ഉണ്ടായിരുന്നു, ചിക്കൻ സൂപ്പ് ഫോർ ദ സോൾ. പുസ്തകം എന്തുകൊണ്ട് പബ്ലിഷ് ചെയ്തുകൂടാ എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതിനുള്ള വഴികൾ യാദൃശ്ചികമായി തന്നെ തെളിഞ്ഞു വരുവാൻ തുടങ്ങി. താമസിയാതെ ഒരു പബ്ലിഷറെ അദ്ദേഹം കാണാനിട വന്നു. അതിലൂടെ പുസ്തകം പബ്ലിഷ് ചെയ്തു. ആ പബ്ലിഷർ അദ്ദേഹത്തിന് അധികം താമസിയാതെ ഒരു $100 ബില്യൺ ചെക്ക് ഒരു സ്മൈലിയുടെ പടത്തോടുകൂടി അയച്ചു കൊടുത്തു. അപ്പോൾ ചിന്തകൾ മാറിയപ്പോൾ അദ്ദേഹത്തിന് ജീവിതം തന്നെ മാറി മറിഞ്ഞു. നമുക്ക് അബണ്ടൻസ് അട്രാക്ട് ചെയ്യാം. നമ്മൾ എപ്പോഴും ധനവാനാണെന്നുള്ള സ്വപ്നം കാണുക. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ ധാരാളം പൈസ ഉണ്ട് എന്നുള്ള സ്വപ്നം കാണുക. ഫോക്കസ് ഓൺ പ്രോസ്പെരിറ്റി. ഗീവ് മണി ടു ഗെറ്റ് മണി. ദാനം ചെയ്യാൻ ശ്രമിക്കുക. There is a big difference between giving and sacrificing. Giving from a heart that is overflowing feels so good. Sacrificing does not feel good. നമ്മുടെ എന്തോ നല്ലൊരു കാര്യം നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാം. പക്ഷെ അതിലും നല്ലതാണ് നമ്മൾ ദാനം ചെയ്യുമ്പോൾ. നമ്മളുടെ ഉള്ളിലുള്ളത് നമ്മൾ മനസ്സറിഞ്ഞ് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ അത് നമുക്ക് നല്ല ഫീലിംഗ് ആണ് തരുന്നത്. നമുക്ക് ഇഷ്ടമുള്ളത് എന്തോ മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യാണ്. They are diametrically opposed.
One emits a signal of lack, കുറവിനെ സൂചിപ്പിക്കുന്നു, and other emits a signal of more than enough. So one feels good and one does not feel good. So എപ്പോഴും ദാനം ചെയ്യാൻ, നമുക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർക്ക് കുറച്ച് ദാനം ചെയ്യാൻ നമ്മൾ ശ്രമിക്കുക. എപ്പോഴും ഐ ഹാവ് പ്ലെന്റി, എനിക്ക് ധാരാളം പണമുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കുക. വിഷ്വലൈസ്, നമ്മൾ ഉദ്ദേശിക്കുന്ന ചെക്കുകൾ നമ്മുടെ മെയിലിൽ വരുന്നുണ്ട് എന്ന് ചിന്തിക്കുക. ഇങ്ങനെയുള്ള ചിന്തകൾ അധികം കൊണ്ട് നടക്കുന്നവരാണ് വലിയ ധനവാന്മാരാവുന്നതും അവരുടെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്തുന്നതുമെല്ലാം. 6ാമത്തെ ചാപ്റ്ററിലാണ് ദ സീക്രട്ട് ടു റിലേഷൻഷിപ്പ്. നല്ല ഒരു റിലേഷൻഷിപ്പ് വർക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് മറ്റേയാളുടെ നല്ല കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. ഒരാളായിട്ട് നല്ല ബന്ധത്തിലല്ലെങ്കിൽ അല്ലെങ്കിൽ ബന്ധം വളർത്തിയെടുക്കാൻ മറ്റൊരാളുടെ നല്ല വശങ്ങൾ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാൻ പഠിക്കുക. അയാളെ കുറിച്ചുള്ള ചീത്ത കാര്യങ്ങളെ കുറിച്ച് കംപ്ലൈന്റ് ചെയ്യാതിരിക്കുക. നമ്മൾ എപ്പോഴും കംപ്ലൈന്റ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയായിരിക്കും നമ്മുടെ ജീവിതത്തിലേക്ക് അട്രാക്ട് ചെയ്തു വരിക. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് വളർത്തിയെടുക്കാൻ നമുക്കൊരു പേപ്പറിൽ ദിവസവും അയാളുടെ നല്ല ഗുണങ്ങൾ എഴുതി വെക്കാൻ ശ്രമിക്കാം. പതിയെ പതിയെ റിലേഷൻഷിപ്പുള്ള പ്രശ്നങ്ങളെല്ലാം മായുന്നത് കാണാം. ചീത്ത വശങ്ങൾ നെഗ്ലക്ട് ചെയ്യുക, നല്ല കാര്യങ്ങൾ മാത്രം എഴുതി വെക്കുക. നമ്മൾ നമ്മളെ തന്നെ നല്ല ഗുണങ്ങളെ ഫോക്കസ് ചെയ്യാൻ ശ്രമിക്കുക. ആ ക്വാളിറ്റീസ് നമുക്ക് അട്രാക്ട് ചെയ്യുന്നത് വരുന്നതായിട്ടും കാണാം. 7ാമത്തെ ചാപ്റ്റർ പറയുന്നത് സീക്രട്ട് ടു ഹെൽത്ത്. നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യൻ എങ്ങനെയാവാം, അതിനുള്ള സീക്രട്ടിനെ കുറിച്ചാണ് പറയുന്നത്. നമ്മൾ എപ്പോഴും അസുഖത്തെ കുറിച്ച് വേവലാതിപ്പെടുന്ന ഒരു മനുഷ്യനാണെങ്കിൽ, ഒരാളാണെങ്കിൽ എപ്പോഴും നമുക്ക് ശരീരത്തിൽ അവിടെ എവിടെയോ എപ്പോഴും വേദനകളൊക്കെ നമുക്ക് ഫീൽ ചെയ്യാം. നമുക്കൊരു അസുഖം ഉണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ അതിനെ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ, മറ്റുള്ളവരുടെ അസുഖത്തെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ വീണ്ടും അസുഖബാധിതനായി തന്നെ ഇരിക്കാനുള്ള സാധ്യത എപ്പോഴും നമ്മുടെ ബോഡി ഒരു ഹെൽത്തി ആണ് എന്ന് ചിന്തിക്കുക. ഗീത മാം പ്ലീസ് മ്യൂട്ട് ചെയ്യാമോ? ഗീത മാം. പ്ലേസബോ ഇഫക്റ്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ? പലപ്പോഴും രോഗികൾക്ക് ഡോക്ടർമാർ, ചില രോഗികൾക്ക് ഒരു ശീലമുണ്ട്, ഡോക്ടർമാർ എന്തെങ്കിലും മരുന്ന് തന്നാൽ മാത്രമേ അവരുടെ രോഗം മാറുള്ളൂ. ചിലപ്പോൾ ഒരു രോഗവും അല്ലെങ്കിൽ ഒരു മരുന്നിന്റെയും ആവശ്യമുണ്ടാവില്ല. അതൊരു മനസ്സിന്റെ ഒരു രോഗം എന്തിനു വേണമെങ്കിലും നമുക്ക് പറയാം. ഇങ്ങനെയുള്ളവർക്ക് ഡോക്ടർമാർ കൊടുക്കുന്ന വെറും ഒരു ഷുഗർ കോട്ടഡ് പില്ലായിരിക്കും. അത് കഴിക്കുന്ന രോഗശമനവും വരും. അപ്പോൾ ആ പ്ലേസബിൾ ഇഫക്റ്റ് മനസ്സിന്റെ ചിന്തയാണ്. ഡോക്ടർ എനിക്ക് മരുന്ന് തന്നു, എൻ്റെ അസുഖം മാറി എന്ന് അപ്പോൾ രോഗി ചിന്തിക്കുമ്പോഴാണ് ആ അസുഖം മാറുന്നത്. ഇല്ലെങ്കിൽ ആ അസുഖം വീണ്ടും പേഴ്സിസ്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ നമ്മുടെ ചിന്തകൾക്ക് വളരെ ശക്തിയുണ്ട്. നമ്മൾ എപ്പോഴും ഹെൽത്തി ആണ് എന്ന് നമ്മൾ ചിന്തിക്കുക, ഹെൽത്തി ആൻഡ് ഹാപ്പി എന്ന് നമ്മൾ ചിന്തിക്കുക. എപ്പോഴും അസുഖത്തെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുക. എപ്പോഴും എനിക്ക് അവിടെ വേദന ഇവിടെ വേദന എന്ന് എപ്പോഴും നമ്മൾ ചിന്തിക്കാതിരിക്കുക. ഇനി 8ാമത്തെ ചാപ്റ്ററിൽ നമ്മുടെ ലോകത്തോട് തന്നെയുള്ള ഒരു സീക്രട്ടാണ് റോണ്ട ബേൺ എഴുതിയിരിക്കുന്നത്. കാൾ യുങ്ങിന്റെ ഒരു കോട്ടോട് കൊടുത്തിട്ടുണ്ട്, വാട്ട് യു റെസിസ്റ്റ് പെർസിസ്റ്റ്. അത് വളരെ ശരിയാണെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. ദ ആന്റി വാർ മൂവ്മെന്റ് ക്രിയേറ്റ്സ് മോർ വാർ അല്ലേ? ഇപ്പൊ ലോകത്തെമ്പാടും യുദ്ധം കൂടി വരികയാണ്. എല്ലായിടത്തും ആന്റി വാർ മൂവ്മെന്റ്സും അവയർനെസ് ക്ലാസ്സുകളും ഒക്കെ നടക്കുന്നുണ്ട്. പക്ഷേ രാജ്യങ്ങൾ തമ്മിൽ യുദ്ധം കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ദ ആന്റി ഡ്രഗ് മൂവ്മെന്റ് ഹാസ് ആക്ച്വലി ക്രിയേറ്റഡ് മോർ ഡ്രഗ്സ് അല്ലേ? നമ്മുടെ കോളേജുകളിലും സ്കൂളുകളിലും ഒക്കെ ആന്റി ഡ്രഗ് അവയർനെസ് ക്ലാസ്സുകൾ ധാരാളം നടക്കുന്നുണ്ട്. പക്ഷെ ഡ്രഗ്സിനെ കുറിച്ചുള്ള അവയർനെസ് കുട്ടികൾക്ക് കൂടി അതിന്റെ ഉപയോഗം കൂടി വരുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ബിക്കോസ് വി ആർ ഫോക്കസിങ് ഓൺ വാട്ട് വി ഡോണ്ട് വാണ്ട്. ഡ്രഗ്സിന്റെ എല്ലാ കാര്യങ്ങളുമാണ് പറഞ്ഞ് ക്ലാസ് എടുക്കുന്നത്, അതിലാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ അത് വാട്ട് യു റെസിസ്റ്റ് പെർസിസ്റ്റ് എന്നാണ് പറയുന്നത്. മദർ തെരേസ പറയുന്നുണ്ട്, ഐ വിൽ നെവർ അറ്റൻഡ് an anti-war rally. If you have a peace rally, invite me. അന്നേ മദർ തെരേസ ഈ സീക്രട്ട് മനസ്സിലാക്കിയിരുന്നു. ഞാൻ ഒരിക്കലും ഒരു ആന്റി വാർ റാലിയിൽ പങ്കെടുക്കാൻ തയ്യാറല്ല. നിങ്ങൾ പീസ് റാലി അറേഞ്ച് ചെയ്യൂ, ഞാൻ അതിൽ വരാം.
അപ്പൊ എന്തിനെയാണോ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് അതേ വളരൂ എന്ന് മനസ്സിലാക്കിയ ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു മദർ തെരേസ. 9ാമത്തെ അധ്യായത്തിൽ നിങ്ങൾക്ക് വേണ്ടി സീക്രട്ട് ടു യു ആൻഡ് 10ാമത്തെ അധ്യായത്തിൽ സീക്രട്ട് ടു ലൈഫ്, ഇതൊക്കെ തന്നെയാണ് ആ ചാപ്റ്ററിലൊക്കെ പറയുന്നത്. അപ്പോ ഇതാണ് ഈ പുസ്തകത്തിനെ 10 ചാപ്റ്ററിലൂടെയും കടന്നു പോകുമ്പോൾ ഏകദേശമുള്ള വിവരണം. അപ്പൊ നമ്മുടെ ചിന്തകൾ നമ്മൾ ശ്രദ്ധയോടുകൂടി ചിന്തിക്കുക. നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് പോസിറ്റീവായിട്ട് പ്രസന്റ് ടെൻസിൽ എപ്പോഴും നമ്മൾ അതിയായി ആഗ്രഹിക്കുക. അത് ചോദിക്കുക, അത് പ്രപഞ്ചത്തിനോട് ചോദിക്കുന്നതിന് തുല്യമാണ് നമ്മൾ ചിന്തിക്കുക എന്ന് വെച്ചാൽ. അത് കിട്ടുമെന്ന് ഉറച്ചു വിശ്വസിക്കുക. അത് റിസീവ് ചെയ്തിട്ട് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴുള്ള നമ്മളുടെ അനുഭൂതിയും നമ്മൾ അനുഭവിക്കുക. ഇത് തന്നെയാണ് നമ്മുടെ അബ്ദുൽ കലാം ആസാദ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ഡ്രീം എപ്പോഴും നന്നായി സ്വപ്നം കാണാൻ പഠിക്കുക. അത് അദമ്യമായ സ്വപ്നമായിരിക്കുക. ഫയർ പോലെയുള്ള സ്വപ്നം, നമ്മുടെ തീ പോലെ എപ്പോഴും മനസ്സിൽ എപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു കൊണ്ടേയിരിക്കുക. തീർച്ചയായും നമ്മൾ അവിടെ എത്തിപ്പെടുമെന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ സീക്രട്ട് മനസ്സിലാക്കിയ ധാരാളം ആളുകൾ നമ്മുടെ ചുറ്റുപാടുമുണ്ട്. ഉന്നത നിലയിലെത്തിയവരാണ്. അധികം ആളുകളും ഈ സീക്രട്ട് മനസ്സിലാക്കി പ്രവർത്തിച്ചവരാണ്. അപ്പോൾ ഇതിങ്ങനെയുള്ള ധാരാളം ആളുകളുടെ വിവരണങ്ങൾ ഈ പുസ്തകത്തിലുടനീളമുണ്ട്. എല്ലാവരും ഈ പുസ്തകം വായിക്കണം, അത് ഉൾക്കൊള്ളണം, നിങ്ങളുടെ ജീവിതത്തിലേക്ക് അത് പ്രാവർത്തികമാക്കണം. തീർച്ചയായും നല്ല അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ ഒരു പുസ്തകം അവതരിപ്പിക്കാൻ എന്നെ പ്രേരിപ്പിച്ച ലിറ്റററി ക്ലബിന്റെ നമ്മുടെ ഭാരവാഹികളായിട്ടുള്ള കൃഷ്ണകുമാർ സാറിനും ഷീര ടീച്ചർക്കും ഒത്തിരി നന്ദി. ഞാൻ അധികം പുസ്തകങ്ങളൊന്നും വായിക്കുന്ന ആളല്ല, ഇതുപോലെ കുറച്ചൊക്കെ പുസ്തകങ്ങളൊക്കെ വായിക്കും. അപ്പൊ അതൊക്കെ എനിക്ക് ടച്ച് ചെയ്തിട്ടുള്ള ഒരു പുസ്തകമാണ്. ഇത് ഇടയ്ക്ക് എനിക്ക് മറിച്ചു നോക്കുന്ന ഒരു പുസ്തകം കൂടി ആയതുകൊണ്ട് എങ്ങനെയോ ഒരു ചാൻസ് കിട്ടി വായനാ ദിനത്തിൽ കോളേജിൽ പറയുവാനായിട്ട്. അന്ന് തുടങ്ങി കൃഷ്ണകുമാർ സാർ ഇത് ടീച്ചറെ അവതരിപ്പിക്കണമെന്ന് നിർബന്ധത്തോടുകൂടി പറഞ്ഞത് കൊണ്ട് ഇങ്ങനെ ഈ ഒരു വ്യാഴാഴ്ചയിൽ എനിക്ക് അവതരിപ്പിക്കാനും സാധിച്ചു. എല്ലാവർക്കും ഇതൊരു പ്രചോദനമാകട്ടെ. നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു സീക്രട്ട് അപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. എല്ലാവർക്കും നല്ലത് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. വളരെ രസകരവും അതോടൊപ്പം ചിന്തിപ്പിക്കുന്നതുമായ ഒട്ടനവധി ആശയങ്ങളാണ് ഇവിടെ സുസ്മിത മിസ് പങ്കുവച്ചത്. എങ്ങനെ നമ്മുടെ ചിന്തകളെ നല്ല കാര്യങ്ങളിലോട്ട് ഷിഫ്റ്റ് ചെയ്യാം, അതുപോലെ ഫീലിംഗ് ഓഫ് ലവ്, അതുപോലെ കുറെ നല്ല മെത്തേഡുകളും കുറെ സീക്രട്ടുകളും മിസ് ഇവിടെ പങ്കുവയ്ക്കുകയുണ്ടായി. അപ്പൊ ഈ പുസ്തകവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചോദ്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും ആശയങ്ങളോ പറയാനുണ്ടെങ്കിൽ എല്ലാവർക്കും കൂടെ ചോദിക്കുക കേട്ടോ. എല്ലാവർക്കും ചോദിക്കാം. ടീച്ചറുടെ അവതരണത്തെക്കുറിച്ച് അഭിപ്രായങ്ങൾ പറയാം, സംശയങ്ങൾ ചോദിക്കാം, നിങ്ങളുടെ അറിവുകൾ പങ്കുവയ്ക്കാം. എല്ലാവരും സംസാരിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. നമസ്കാരം ടീച്ചറെ, ഞാൻ സന്ധ്യ, കൊച്ചി സ്വദേശിയാണ്. മൈൻഡ് പ്ലസിലെ ഒരു സഹപ്രവർത്തകയാണ്. സത്യം പറഞ്ഞാൽ ഇത്രയും ചെറിയൊരു സമയത്തിനുള്ളിൽ വളരെ ഭംഗിയായിട്ടാണ് ടീച്ചർ ഇത് അവതരിപ്പിച്ചത്.
എനിക്ക് തന്നെ അത്ഭുതം തോന്നുക. ഈ ബുക്കില് മിക്കവാറും ഞാൻ വായിച്ചിട്ടുണ്ട് ബുക്ക്, ഒന്നല്ല 2-3 തവണ വായിച്ചിട്ടുണ്ട്. ഈ പുസ്തകത്തില് ഉൾപ്പെടുത്തിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും വളരെ ഇത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട്, വളരെ സരളമായിട്ട്, ആർക്കും മനസ്സിലാവുന്ന രീതിയിൽ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഞാൻ ശരിക്കും അത്ഭുതപ്പെടുകയായിരുന്നു ഇങ്ങനെ ഒരു ചെറിയ സമയത്തിനുള്ളിൽ ഇത്രയും ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത്. അത് അധ്യാപിക ആയതുകൊണ്ടായിരിക്കാം. എന്തായാലും വളരെ നന്നായിരുന്നു. താങ്ക് യു. താങ്ക് യു സന്ധ്യ. സന്തോഷം. അത് ശരിയാണ് സന്ധ്യ മാം പറഞ്ഞത്. ഇത്രയും വിപുലമായ സാഗരം പോലുള്ള ഒരു പുസ്തകം കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ടീച്ചർ ഭംഗിയായിട്ട് അവതരിപ്പിച്ചു. സന്തോഷം. അതുപോലെ അഭിപ്രായങ്ങൾ പറയണം, സംശയങ്ങൾ ചോദിക്കാം. താങ്ക് യു മാഷേ. ടീച്ചറെ നമസ്കാരം. ഞാൻ ജയേന്ദ്രൻ എന്ന് പറഞ്ഞ ആളാണ്, മൈൻപ്ലസിലുണ്ട്. അപ്പോൾ പൗലോ കൊയ്ലോയുടെ ആൽക്കമിസ്റ്റിൽ പറയുന്ന പോലെ നമ്മളെ അദമ്യമായി ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തി തരാൻ വേണ്ടിയിട്ട് ഈ പ്രപഞ്ചം മുഴുവൻ കൂടെ ഉണ്ടാകുമെന്നാണ് പറയുന്നത്. അതേപോലെ ഇത് സീക്രട്ട് എന്ന് പറയുന്ന ബുക്കിലും നമ്മളെല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് എടുക്കുക, അപ്പോൾ അതൊക്കെ നമ്മൾക്ക് കയ്യിൽ വരും എന്നുള്ളത് തന്നെ പറയുന്നത്. എൻ്റെ കയ്യിൽ ഈ ബുക്ക് ഉണ്ട്, പക്ഷെ ഞാൻ പൂർണ്ണമായിട്ടും വായിച്ചിട്ടില്ല. ഇപ്പം ഇത് കേൾക്കുമ്പോൾ പൂർണ്ണമായിട്ടും ഉൾക്കൊള്ളാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. നല്ല അവതരണമായിരുന്നു. ചെറിയ ഒരു സമയം കൊണ്ട് കൃത്യമായിട്ട് അവതരിപ്പിച്ചിട്ടുണ്ട്. താങ്ക് യു. താങ്ക് യു സർ. നമസ്കാരം ടീച്ചർ. എൻ്റെ പേര് ലളിത. ഞാനും ഈ പറഞ്ഞ പോലെ സന്ധ്യ മാം പറഞ്ഞതുപോലെ തന്നെ ബാലേന്ദ്ര സാർ പറഞ്ഞതുപോലെ മൈൻഡ് പ്ലസിലെ ഒരു മെമ്പറാണ്. സീക്രട്ടിനെ കുറിച്ച് കുറച്ചൊക്കെ കേട്ടിട്ടുണ്ട്. കുറച്ചൊക്കെ ഈ ഏതൊരു പുതിയതായി കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന്, അതിലൂടെ വിജയം സാധിക്കുമെന്നും ഉറപ്പ് തോന്നിക്കുന്ന വിധത്തിലുള്ള വളരെ ലളിതമായി ഉള്ള ഒരു അവതരണം. ഒരിക്കൽ പോലും ഒരാൾക്ക് ഒരു സംശയം തോന്നില്ല. നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ അത് സക്സസ് ആവോ ഇല്ലേ എന്ന് ഒട്ടും സംശയം തോന്നാത്ത വിധത്തില്, എനിക്കും ഒന്ന് പരീക്ഷിക്കാം എന്ന് തോന്നുന്ന വിധത്തില് വളരെ ഭംഗിയായിട്ട് അവതരിപ്പിച്ചിരിക്കുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ലളിത മാം. ഹലോ മാം, ഞാൻ ഐശ്വര്യയാണ്. ഫസ്റ്റ് ഇയർ B.Ed സ്റ്റുഡൻ്റ് ആണ്. കേൾക്കുന്നുണ്ടോ? കേൾക്കാം ഐശ്വര്യ. താങ്ക് യു മാം. പറഞ്ഞ പോലെ വളരെ എല്ലാ പോയിന്റ്സും ഏകദേശം അതിലത്തെ എടുത്ത് മാം പറഞ്ഞിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഇവിടെ ഞാൻ ആക്ച്വലി അത് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ഒരു ഐ ബിലീവ് ഇൻ മാനിഫെസ്റ്റേഷൻ. എനിക്ക് തോന്നുന്നത് അത് കുറേയൊക്കെ നമ്മൾ ബിലീവ് ചെയ്യുന്ന പോലെ നടക്കും കാര്യങ്ങൾ എന്നാണ്. അത് പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഈവൻ എനിക്ക് നമ്മുടെ ഈ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ ഞാൻ വളരെ ആഗ്രഹിച്ച് ഞാനിങ്ങനെ അത് ഏകദേശം എനിക്കത് കിട്ടിയ പോലെ ഞാൻ വിഷ്വലൈസ് ചെയ്ത്, അല്ലെങ്കിൽ ഞാനത് വീട്ടിൽ നിന്ന് പോയി വരുന്നത്, ഇതൊക്കെ ഞാൻ വിഷ്വലൈസ് ചെയ്തിട്ടുള്ളതാണ്. ഇത് ഒരു ബുക്കായിരുന്നു. മാനിഫെസ്റ്റേഷൻ്റെ ഒക്കെ എനിക്കൊരു ഇൻട്രസ്റ്റ് വന്നപ്പോൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഉണ്ടായിരുന്ന ഒരു ബുക്കായിരുന്നു. ആൻഡ് ഐ തിങ്ക് എവ്രി വൺ ഷുഡ് ട്രൈ ഇറ്റ്. എല്ലാവരും ഇതൊന്ന് ലൈഫിലോട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണെങ്കിൽ നന്നായിരിക്കും എന്ന് തോന്നുന്നു. ഓക്കെ, താങ്ക് യു മാം. താങ്ക് യു ഐശ്വര്യ. പ്രാക്ടീസ് ചെയ്ത് ഫലവത്തായ ഒരു കുട്ടിയെ കണ്ടതിൽ സന്തോഷം. അതെ, ഇങ്ങനെ ഒരു വേദിയില് നമ്മുടെ ഒരു പുതിയ കുട്ടി അല്ലെ, ജൂനിയർ ആയിട്ടുള്ള കുട്ടി ഇങ്ങനെ അഭിപ്രായം പറഞ്ഞതിലും വലിയ സന്തോഷം ഐശ്വര്യ. വലിയ സന്തോഷം കേട്ടോ. താങ്ക് യു സർ. എല്ലാവരും സംസാരിക്കണം. ടീച്ചറുടെ അവതരണത്തെ കുറിച്ച് പറയണം. പിന്നെ നിങ്ങൾക്ക് കൂട്ടിച്ചേർക്കാവുന്ന കാര്യങ്ങളും പറയണം. ആരുടെ പേരൊന്നും വിളിക്കുന്നില്ല.
ഗുഡ് ഈവനിങ് ഹലോ. എവരിവൺ. എൻ്റെ പേര് ബിന്ദു ബിജിമോൻ. ഞാനും മൈൻഡ് പ്ലസിലെ ഒരു സഹയാത്രികയാണ്. വളരെ നന്നായിരുന്നു ഇന്നത്തെ ബുക്ക് റിവ്യൂ. ആൻഡ് ബുക്കും വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ കുറേയേറെ വർഷങ്ങൾക്ക് മുമ്പാണ് ഈ ബുക്ക് വായിച്ചിട്ടുള്ളത്. ഞാനപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയത് പാർക്കിംഗ് സ്പേസ് കിട്ടുമോ എന്നുള്ള കാര്യം മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടി പലപ്പോഴും ഞാനിത് പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ട് വായിക്കുന്ന ആ ഒരു സമയത്ത്. എനിക്ക് കറക്റ്റായിട്ടും എവിടെ പോവുകയാണെങ്കിലും ആ ഒരു ഷോപ്പിന്റെ ഫ്രണ്ടിൽ തന്നെ പാർക്കിംഗ് കിട്ടിയിട്ടുണ്ട് പല പ്രാവശ്യം. ചിലപ്പോൾ ഞാൻ ചെല്ലുന്ന സമയത്ത് പാർക്കിംഗ് ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വണ്ടി പോയി എനിക്ക് കറക്റ്റ് പാർക്കിംഗ് സ്പേസ് കിട്ടാറുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു കാര്യമാണ് ഞാൻ ഈ ബുക്ക് റിവ്യൂ വായിച്ചപ്പോൾ കേട്ടപ്പോൾ ഞാൻ ഓർമ്മിച്ചത്. താങ്ക് യു സോ മച്ച്. നല്ല ഒരു ബുക്ക് റിവ്യൂ ആയിരുന്നു മാം. താങ്ക് യു ബിന്ദു മാം. എല്ലാവർക്കും നമസ്കാരം. ഹലോ, എനിക്ക് സംസാരിക്കാമോ? പറയൂ മോളി. സാറേ നമസ്കാരം. ടീച്ചർ, ഞാൻ മോളി ജോൺ ആണ്. ഞാനൊരു ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. ടീച്ചർക്ക് അറിയാം, നമ്മള് 2-3 മാസങ്ങൾക്ക് മുമ്പ് ഒരുമിച്ച് പറവൂർ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വന്നപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തായിരുന്നു. ഞാൻ അവിടുത്തെ സ്റ്റുഡന്റ് ഒക്കെയാണ്. അതെ. ഒത്തിരി നന്നായിട്ട് ടീച്ചർ അത് പ്രസന്റ് ചെയ്തു. വളരെ സിമ്പിൾ ആയിട്ട് എല്ലാവർക്കും ഗ്രഹിക്കാവുന്ന തരത്തിൽ തന്നെയാണ് ടീച്ചർ അത് പ്രസന്റ് ചെയ്തത്. ഞാൻ സംസാരിക്കാൻ ഒരു കാരണം എന്ന് വെച്ചാല്, പ്രധാനമായിട്ടും സത്യത്തിൽ ഈ ഒരു ഗ്രൂപ്പിലേക്ക് ഇൻസ്പയർഡ് ആയത് കൃഷ്ണകുമാർ സാറ് ഒരാൾ കൊണ്ട് മാത്രമാണ്. ഒത്തിരി ഇഷ്ടമാണ് അദ്ദേഹത്തിന്റെ റൈറ്റിങ്സ് ഒക്കെ. ഒത്തിരി എന്താ പറയാ, നമ്മൾക്ക് ഒരുപാട് പ്രാക്ടിക്കൽ നോളജ് കിട്ടുന്ന ഒരുപാട് നല്ല നല്ല എഴുത്തുണ്ട്. അപ്പൊ അങ്ങനെ സാറ് എനിക്ക് വീട്ടിലേക്ക് അയച്ചേരി ഞാനിതിൽ ജോയിൻ ചെയ്യുകയും ചെയ്തു. പ്രത്യേകിച്ച് ടീച്ചർ എടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം. അതുകൊണ്ട് മറ്റു തിരക്കുകളൊക്കെ മാറ്റി വെച്ച് ഓടിക്കറിയതാ. എനിക്ക് ഷെയർ ചെയ്യാനുള്ള ഒറ്റ കാര്യം എന്ന് വെച്ചാൽ, ഇത് പ്രാവർത്തികമാക്കിയ ഒരാളെന്നുള്ള രീതിയിൽ ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തോട്ടെ. എനിക്ക് ഇവിടുന്ന് കണ്ണൂർക്ക് ട്രാൻസ്ഫർ ആയി. കണ്ണൂർ ഞാൻ വളരെ ബുദ്ധിമുട്ടി. അപ്പം ഞാൻ ഇത് വായിച്ചിട്ടുണ്ടെങ്കിലും, പിന്നെ അതുപോലെ തന്നെ ലോ ഓഫ് അട്രാക്ഷനെ കുറിച്ച്, അതുപോലെ തന്നെ പൗലോ കൊയ്ലോ എല്ലാവരും നമ്മുടെ മുന്നിലുണ്ടെങ്കിലും ഞാനത് അങ്ങോട്ട് പൂർണ്ണമായിട്ട് വിശ്വസിച്ചിട്ട് തന്നെ വളരെ ഞാൻ അപ്ലൈ ചെയ്തു. വിൽ പവർ അതുപോലെ തന്നെ എല്ലാം ശരിക്കും അപ്ലൈ ചെയ്തിട്ട് തന്നെ ഞാൻ എഴുതി വെക്കുക തന്നെ ചെയ്തു. എനിക്ക് ഈ വരുന്ന 6 മാസത്തിനുള്ളിൽ എൻ്റെ സ്വന്തം നാടായ എറണാകുളത്തേക്ക് തന്നെ എനിക്ക് ട്രാൻസ്ഫർ കിട്ടിയിരിക്കുന്നല്ല ഞാൻ എഴുതിയത്, കിട്ടി. അതില് ദൈവത്തിന് നന്ദി എന്നുള്ള രീതിയിൽ എഴുതിയത്. ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ. അപ്പം അതിനുവേണ്ടി ഞാൻ ചെറുതായിട്ടൊന്ന് പ്രവർത്തിക്കുകയും ചെയ്തു കേട്ടോ. നമ്മള് വിൽ പവറും പിന്നെ പറഞ്ഞ പോലെ പവർ ഓഫ് നോളജ് എല്ലാം ഇവിടെ വേക്കൻസികളൊക്കെ തപ്പിയപ്പോ ഇല്ല, വേക്കൻസി ഒന്നും ഇല്ല. അപ്പൊ ഞാൻ ആഗ്രഹിച്ച സ്കൂളിലെ സാറിന് തിരുവനന്തപുരത്തുള്ള ആളാണ്, പക്ഷെ പുള്ളി അങ്ങോട്ട് പോകാൻ താല്പര്യം. പക്ഷെ വിളിച്ചു, സാർ പുള്ളി അങ്ങനെ ഇങ്ങനെയാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും പോകുന്നില്ല ടീച്ചറെ എന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വളരെ സ്ട്രോങ് ആയിട്ട് അപ്പോഴും കിട്ടിയേ പറ്റും. എനിക്ക് സ്കൂളിൽ തന്നെ ഈ പറഞ്ഞ കൂടിച്ചേർന്ന് ഞാൻ ജീവിതത്തിന്റെ ഫലമായി യൂണിവേഴ്സൽ എനിക്ക് വളരെ അതിശയം തോന്നുന്നു സാർ. ആ ലാസ്റ്റ് മൊമെന്റില് ഇനി ഒരു ട്രാൻസ്ഫർ അഡ്ജസ്റ്റ്മെന്റ് ട്രാൻസ്ഫറിൽ നേരെ ഇങ്ങോട്ട് വരാൻ പറ്റി. ശരിക്കും അതൊരു മിറാക്കിളായിട്ട് എനിക്ക് തോന്നുന്നത്. അപ്പം ഈ പറഞ്ഞ രീതിയിൽ ഈ പുസ്തകം 100% ചുമ്മാ ഒരു പുസ്തകമല്ല, ശരിക്കും മിറാക്കുലസ് ആയിട്ടുള്ള ഒരു ബുക്ക് തന്നെയാണ്. നമ്മുടെ നിത്യജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ പറ്റുന്നത്. കിട്ടിക്കഴിഞ്ഞു, താങ്ക് യു ഗോഡ് അല്ലെങ്കിൽ താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ള രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും ഇത് കിട്ടും. ടീച്ചർ പറഞ്ഞ ഓരോ സെന്റൻസും അർത്ഥവത്താണ്. ഇതിൽ എഴുതിയിരിക്കുന്ന ഓരോ സെന്റൻസും നമുക്ക് നിത്യജീവിതത്തിൽ പ്രത്യേകിച്ച് ഇരിക്കുന്ന എന്റെ കുഞ്ഞനിയന്മാരും കുഞ്ഞനീത്തിമാരോടും പറയാനുള്ളത്, എനിക്ക് കിട്ടുമായിരിക്കും എന്നല്ല, എനിക്ക് കിട്ടിക്കഴിഞ്ഞു എന്നുള്ള രീതിയിൽ പക്ഷെ ഒരു യൂണിവേഴ്സലോ അത് പ്രത്യേകം ശ്രദ്ധിക്കാം. നമ്മുടെ ഈ യൂണിവേഴ്സലിലേക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ഒന്നും തന്നെ നിങ്ങൾ ആഗ്രഹിക്കരുത്. അല്ലാത്തുള്ള രീതി പോസിറ്റീവായ കാര്യങ്ങൾ
മുഴുവൻ പോസിറ്റീവ് ആയിട്ടുള്ള അപ്പൊ എപ്പോഴും പറഞ്ഞ രീതിയിൽ ഇതായിക്കോട്ടെ, നിങ്ങൾക്ക് ഉയർന്ന മാർക്ക് കിട്ടിക്കഴിഞ്ഞു, എനിക്ക് ഇന്ന സ്ഥലത്ത് ജോലി കിട്ടിക്കഴിഞ്ഞു, അങ്ങനെ ഒന്ന് ഇപ്പോഴേ അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞു, താങ്ക് ഗോഡ് എന്നുള്ള രീതിയിൽ ഒന്ന് എഴുതിക്കോ, ഉറപ്പാണ്. അപ്പൊ ടീച്ചറെ ഒത്തിരി താങ്ക്സ്. അതിനോടൊപ്പം തന്നെ സാറിനോടും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു മോൾ ടീച്ചറെ. ടീച്ചർ പറഞ്ഞത് ശരിയാണ്. നമ്മൾ അതിയായി ആഗ്രഹിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും നമ്മൾ അതിനു വേണ്ടി എടുക്കുന്ന എഫേർട്ടും വളരെ എഫേർട്ട്ലെസ് ആയിട്ട് നമ്മൾ അതിനു വേണ്ടി ശ്രമിക്കും. അവിടെയാണ് അതിന്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. നമ്മൾ അതിയായി ആഗ്രഹിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള പല വഴികളും നമ്മൾ അറിയാതെ കണ്ടെത്തി അതിലേക്ക് ഏർപ്പെടും നമ്മൾ. ടീച്ചറിന്റെ ആ ഒരു അനുഭവം അത് തന്നെയാണ് കാണിക്കുന്നത്. ടീച്ചർ എടുത്ത സ്റ്റെപ്പുകളൊക്കെ ടീച്ചറിന്റെ ആ ഒരു അതിയായ ആഗ്രഹത്തിന്റെ പുറത്താണത്. ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സ്റ്റെപ്പുകൾ എടുക്കാനും വഴി തുറന്നു വരാനും അതിലേക്ക് എത്താനും ഒക്കെ സാധിച്ചിട്ടുള്ളത്. വളരെ നല്ലൊരു ഫീഡ്ബാക്ക് ആണ് കിട്ടിയത് ടീച്ചർ. മറ്റുള്ളവർക്കും അത് പ്രചോദനമാകട്ടെ. താങ്ക് യു ടീച്ചർ. താങ്ക് യു ടീച്ചർ. എല്ലാവരും സംസാരിക്കണം. പേര് വിളിക്കുന്നില്ല, വീണ്ടും പറയുകയാണ്. മൈക്ക് ഓൺ ചെയ്ത് സംസാരിക്കും. എല്ലാവർക്കും നമസ്കാരം. ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ പറയട്ടെ അതോ ആശ പറയണോ? നമ്മൾ രണ്ടാളും ഒരുമിച്ച് തുടങ്ങി. ഓക്കെ. ഞാൻ പ്രസന്നലക്ഷ്മി. ടീച്ചറിന്റെ ഇന്നത്തെ വളരെ 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 ഉപകാരപ്രദമായിട്ടുള്ള ഒരു ക്ലാസ്. അതില് ഒരു നമ്മളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് ലോ ഓഫ് അട്രാക്ഷൻ, അതുപോലെ പവർ ഓഫ് വിഷ്വലൈസേഷൻ, ഗ്രാറ്റിറ്റ്യൂഡ്, പിന്നെ നമ്മളിൽ ഉണ്ടാവുന്ന വിശ്വാസം, നമ്മളുടെ ചിന്തകളാണ് സത്യമായിട്ട് ഭവിക്കുന്നത് എന്നുള്ള ചിന്ത, ഇത് ഇടയ്ക്കിടയ്ക്ക് നമ്മളെയൊക്കെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്ന ഒരു പുസ്തകം. ഞാൻ ഈ പുസ്തകം വായിച്ചിട്ടുണ്ട് കുറെ കാലം മുമ്പ്. അപ്പൊ അന്ന് ഞാൻ വിചാരിക്കാറുണ്ടായിരുന്നു, ഒരു വലിയ സ്കൂളിന്റെ കൊറിഡോർ കൂടെ ഒരു ഒരു പ്രിൻസിപ്പലിന്റെ ഗമയോട് കൂടിയിട്ട് നടക്കാൻ സാധിക്കുമെന്ന്. അത് 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 സാധിച്ചു. പിന്നെ അതുപോലെ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ച മുമ്പ് എന്റെ ഡ്രൈവർ വരാതായപ്പോ എനിക്ക് കൃത്യസമയത്ത് ഒരാളെ കിട്ടണം, ഞാനിങ്ങനെ കൃത്യസമയത്ത് സ്കൂളിൽ എത്തണമെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടേ ഇരുന്നപ്പോ അപ്രതീക്ഷിതമായിട്ട് ഒരാൾ വന്നിട്ട്, മാഡം ഞാൻ എല്ലാ ദിവസവും മാഡത്തിനെ സ്കൂളിലേക്ക് കൊണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അത് ഞാൻ അറിയൊന്നും ചെയ്യാത്തൊരു വ്യക്തി 2-3 പ്രാവശ്യം ഞാൻ ഒരേ സമയത്ത് യാത്ര ചെയ്യുന്ന കണ്ടിട്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്നതിനനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മനസ്സിൽ ചിന്തിക്കുമ്പോൾ അതേ നിലയിൽ നമുക്ക് അത് സംഭവിക്കുന്നത് കാണാം. അതിന് എന്താണ് ലോജിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയില്ല. പക്ഷെ അതിന് ഒരു വളരെ മനോഹരമായിട്ടുള്ള ഒരു ശക്തി ഇതിന്റെ പിന്നിലുണ്ടെന്ന് അങ്ങനെ ചിന്തിക്കുന്നു. അത് കുറച്ചുകൂടി വളരെ നന്നായിട്ട് മാഡം ഞങ്ങൾക്ക് എല്ലാവർക്കും പറഞ്ഞു തന്നു. വളരെ സന്തോഷം. താങ്ക് യു പ്രസന്നലക്ഷ്മി. സുസ്മിത ടീച്ചർക്ക് അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ടീച്ചർ ഒരുപാട് വായിക്കാറില്ല, ഇതുപോലെ പുസ്തക നിരൂപണം നടത്താറില്ല എന്ന് പറഞ്ഞതൊക്കെ ടീച്ചറിന്റെ ഒരു വിനയായിട്ടാണ് മനസ്സിലാക്കുന്നത്. അത്ര ഗംഭീരമായിട്ടാണ് ഓരോ ചാപ്റ്റർ വൈസ് ടീച്ചർ അനലൈസ് ചെയ്ത് തന്നത്. ആദ്യമായിട്ട് ലോ ഓഫ് അട്രാക്ഷൻ കുട്ടികൾക്ക് പോലും അത് വർക്ക്ഔട്ട് ആകാനുള്ള സീക്രട്ട് എന്താണെന്ന് ഈ ഒരു റിവ്യൂലോടെ മനസ്സിലായിട്ടുണ്ടാവും. ഗംഭീരമായി ടീച്ചറെ. താങ്ക് യു. ഹലോ.
ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം കേൾക്കാം സർ. ഞാൻ ദീപേഷാണ്, മൈൻഡ് പ്ലസ് മെമ്പർ തന്നെയാണ്. അപ്പോൾ ഞാൻ ഈ പുസ്തകം വായിക്കണം നേരെ ആഗ്രഹിച്ച ഒരാളാണ്, പക്ഷെ വായിച്ചിട്ടില്ല. അതിയായ ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഈ ക്ലാസ്സിൽ പങ്കെടുക്കാൻ സാധിച്ചത്. എനിക്കുണ്ടായൊരു ഫീലിംഗ് എന്ന് പറയുകയാണെങ്കിൽ, ഈ വളരെ ലളിതമായിട്ട് കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാൻ പറ്റി. നല്ലൊരു വിശ്വാസം ഈ പറയുന്ന കാര്യങ്ങൾക്ക് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അത് ടീച്ചറെ പ്രസൻറ്റേഷൻ്റെ ഒരു ഗുണം കൂടിയാണ്. വളരെ ബാലൻസ്ഡ് ആയിട്ടാണ് അവതരിപ്പിച്ചത്. കൂടുതലായിട്ടും കുറവായിട്ടുമല്ല, വളരെ ബാലൻസ്ഡ് ആയിട്ട്, അതും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ വളരെ നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ എൻ്റെ ഉള്ളിൽ മുമ്പ് സംഭവിച്ചിട്ടുള്ളത് കൊണ്ടായിരിക്കും എനിക്ക് ഈ ഒരു ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ ഈ ആൻറ്റി ഡ്രഗിൻ്റെ, ഞാൻ എക്സൈസിൽ വർക്ക് ചെയ്യുന്നയാളാണ്. അപ്പോൾ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ പുതിയ തലമുറയെ ഒരു അറിവ് അവർക്ക് കൊടുക്കുക എന്നുള്ള രീതിയിലാണ് ഡ്രഗ്സിലെ പേരുകളൊന്നും പറഞ്ഞ് നമ്മൾ പരിചയപ്പെടുത്താറില്ല. അപ്പോൾ അത് അവരെ ഈ ഒരു ഇതിലേക്ക് വരരുത് എന്നുള്ള രീതിയിലാണ് അങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നത്. അത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ട് എന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ മാഡത്തിന് എല്ലാവിധ അഭിനന്ദനങ്ങളും അതുപോലെ വളരെയധികം നന്ദിയും അറിയിക്കാം. താങ്ക് യു ദീപേഷ് സർ. അങ്ങനെ നിശബ്ദത പാടില്ല, എല്ലാവരും സംസാരിക്കണം, അല്ലെങ്കിൽ നമുക്ക് പതുക്കെ വൈൻഡപ്പ് ചെയ്യാം. സംസാരിക്കണം. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ സർ. കുറെ നല്ല ആശയങ്ങളാണ് ഇവിടെ എല്ലാവരും പങ്കുവച്ചത്. ഇവിടെ നന്ദി പറയുന്നതിനായി 2ാം വർഷ BEd ഫിസിക്കൽ സയൻസ് വിദ്യാർത്ഥിനി ജുബീന വിയെ ക്ഷണിക്കുന്നു. ഹലോ, കേൾക്കാവോ? കേൾക്കാം മോളെ. എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ പുസ്തക നിരൂപണത്തിന് ഔപചാരികമായി നന്ദി പറയുക എന്നതാണ് എൻ്റെ കർത്തവ്യം. ആദ്യമായി തന്നെ ഇന്നത്തെ പുസ്തക നിരൂപണത്തിൽ റോണ്ട ബൈനിന്റെ ദി സീക്രറ്റ് എന്ന പുസ്തകത്തെ നമുക്ക് പരിചയപ്പെടുത്തിയ നമ്മുടെ കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ സുസ്മിത ടീച്ചർക്ക് ഏറെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഏതൊരു പരിപാടിയും വിജയകരമായി മുന്നോട്ട് പോകുന്നതിന് കോർഡിനേറ്റേഴ്സിന്റെ പങ്ക് വളരെ വലുതാണ്. ഈ വ്യാഴാഴ്ച വായനാഴ്ച പരിപാടിയുടെ ടീച്ചേഴ്സ് കോർഡിനേറ്റേഴ്സായ ഡോക്ടർ കൃഷ്ണകുമാർ സാറിനും ഡോക്ടർ ഹീര ടീച്ചർക്കും സ്റ്റുഡന്റ് കോർഡിനേറ്ററായ ലൈനയ്ക്കും നന്ദി പറയുന്നു. ഇന്നത്തെ പുസ്തക നിരൂപണം വിജയകരമാക്കുന്നതിനായി കൂടെ നിന്ന എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വെബിനാറിൽ ജോയിൻ ചെയ്ത എല്ലാ പുസ്തക പ്രേമികൾക്കും നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.
ഏവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി. ടീച്ചറെ സൂപ്പറായിട്ട് അവതരിപ്പിച്ചു കേട്ടോ. എല്ലാവർക്കും വലിയ ഇഷ്ടമായി. അതോ ഈ കുറഞ്ഞ